ബാഴ്സലോണയ്ക്കും ആഴ്സണലിനും വെല്ലുവിളിയായി ചെൽസി. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണയും ആഴ്സണലും ഒരേപോലെ ടീമിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന താരമാണ് ജൂലിയൻ ആൽവാരസ് എന്ന അർജന്റീനിയൻ സൂപ്പർ താരം. ഇപ്പോൾ ഇതാ ചെൽസി കൂടി ഈ ഒരു കോമ്പറ്റീഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ചെൽസിക്കും താല്പര്യമുണ്ട്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ഇപ്പോൾ 3 ടീമുകൾ ഒരേപോലെ ജൂലിയൻ ആൽവാരസിന് പുറകിലാണ്. അപ്പോൾ ജൂലിയൻ ആൽവാരസ് ഏത് ടീമിൽ പോയാലാണ് അദ്ദേഹത്തിന് കൂടുതൽ മാച്ച് ടൈം ലഭിക്കുക, ഏത് ടീമിൽ പോകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ കരിയറിന് ഗുണം ചെയ്യുക എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഫക്റ്റ് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ചെൽസിക്ക് പ്രധാനമായിട്ടും 3 സെന്റർ ഫോർവേഡ് ആണ് ഇപ്പോൾ കറന്റ് ഉള്ളത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ അവരുടെ പെർഫോമൻസ് അത്ര മികച്ചതല്ല. ജാവോ പെഡ്രോ 25 മത്സരങ്ങളിൽ നിന്ന് 9 ഗോളും 4 അസിസ്റ്റും. ലിയാം ദിയറി 16 മത്സരങ്ങളിൽ നിന്ന് 1 ഗോള്, അസിസ്റ്റുകളൊന്നുമില്ല. മാർക്ക് ഗുയെ 9 മത്സരങ്ങളിൽ നിന്ന് ഗോളുകളൊന്നുമില്ല, 1 അസിസ്റ്റ്. അപ്പോൾ വളരെ പുവർ പെർഫോമൻസ് ആണ് സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്ന താരങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മാത്രം കണക്കുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ജാവോ പെഡ്രോയാണ് പ്രധാനമായിട്ടും സെന്റർ ഫോർവേഡ് പൊസിഷനിൽ കളിക്കുന്നത്. വളരെ മികച്ച പെർഫോമൻസ് പല മത്സരങ്ങളും താരം നടത്തുന്നുണ്ടെങ്കിലും താരത്തിന്റെ പെർഫോമൻസ് ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള രീതിയിലല്ല. ചില മത്സരത്തിൽ വളരെ മികച്ച പെർഫോമൻസ് നടക്കുമ്പോൾ ചില മത്സരങ്ങളിൽ ആവറേജ്, ബിലോ ആവറേജ് പെർഫോമൻസ് ആണ് താരത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കുറച്ചുകൂടെ പവർഫുൾ ആയിട്ടുള്ള ഒരു സെന്റർ ഫോർവേഡ് ചെൽസി നോക്കുന്നുണ്ട്. ചെൽസിയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിക്കുന്ന ജൂലിയൻ ആൽവാരസ് എന്ന അർജന്റീനിയൻ താരമാണ്. ഇനി ആഴ്സണലിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിക്ടർ ഗോക്രെസ് ആണ് അവരുടെ പ്രധാന സെന്റർ ഫോർവേഡ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ 23 മാച്ചിൽ നിന്ന് 8 ഗോളുകൾ താരം സ്കോർ ചെയ്തു. താരത്തിന്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നെങ്കിലും ഇപ്പോൾ അവസാന മത്സരങ്ങളിൽ താരം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഓരോ മാച്ച് കഴിയും തോറും താരത്തിന്റെ പൊട്ടൻഷ്യൽ ഇങ്ങനെ വളർന്നു വരുന്ന കാര്യമാണ്. താരത്തിന്റെ പ്രകടനം ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. പിന്നെ ഗബ്രിയൽ ജീസസും കായ് ഹവേർട്സും ഉണ്ട്. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചുറി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ടീം അത് വലിയ രീതിയിൽ ഒരു കൺസേൺ ആയിട്ട് എടുക്കുന്നുണ്ട്. പ്രീമിയർ ലീഗിൽ 10 മത്സരങ്ങളിൽ 2 ഗോളാണ് ഗബ്രിയൽ ജീസസ് നേടിയിട്ടുള്ളത്. കായ് ഹവേർട്സ് 3 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ, 1 അസിസ്റ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ പ്രീമിയർ ലീഗിൽ. ചില മത്സരങ്ങളിൽ ലിയാൻഡ്രോ ട്രോസാർഡിനെ സെന്റർ ഫോർവേഡായിട്ട് കളിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ആഴ്സണലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വളരെ ശക്തനായ ഒരു സെന്റർ ഫോർവേഡിനെ നോട്ടമിടുന്നുണ്ട്. അവരുടെ ലക്ഷ്യത്തിൽ 1ാം സ്ഥാനത്തുള്ളത് ജൂലിയൻ ആൽവാരസ് തന്നെയാണ്. ഇനി ബാഴ്സലോണയുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഴ്സലോണയ്ക്ക് നിലവിൽ 2 സെന്റർ ഫോർവേഡ് പ്ലേയേഴ്സ് മാത്രമാണുള്ളത്. അവരുടെ സ്ക്വാഡ് വളരെ വീക്കാണ്. 37 വയസ്സായ റോബർട്ട് ലെവൻഡോസ്കി, ഒട്ടും കൺസിസ്റ്റന്റ് അല്ലാത്ത ഫെറാൻ ടോറസ്. 18 മത്സരങ്ങളിൽ നിന്ന് ലീഗിൽ 10 ഗോളുകളാണ് റോബർട്ട് ലെവൻഡോസ്കി സ്കോർ ചെയ്തിട്ടുള്ളത്. 1 അസിസ്റ്റും താരം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫെറാൻ ടോറസ് 21 മാച്ചിൽ നിന്ന് 12 ഗോളും 1 അസിസ്റ്റുമാണ് ലാ ലീഗയിൽ നേടിയിട്ടുള്ളത്. വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ റോബർട്ട് ലെവൻഡോസ്കി ടീം വിട്ട് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പുതിയ സ്ട്രോങ് ആയിട്ടുള്ള സെന്റർ ഫോർവേഡ് ആവശ്യമുണ്ട്. ബാഴ്സലോണയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജുവാൻ ലാപ്പോർട്ടയ്ക്ക് ഏറ്റവും താല്പര്യമുള്ളത് ജൂലിയൻ ആൽവാരസ് എന്ന ഈ ഒരു സെന്റർ ഫോർവേഡിനെയാണ്. എന്നാൽ ബാഴ്സലോണ നേരിടുന്ന 2 പ്രധാന പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷനാണ്. ലാപ്പോർട്ട ഇപ്പോൾ ഇലക്ഷന് പങ്കെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ ജയിച്ചാൽ മാത്രമേ ലാപ്പോർട്ടയുടെ പ്ലാനുകൾ നടക്കത്തുള്ളൂ. ഇലക്ഷൻ ജയിച്ചാൽ മാത്രമേ ബാഴ്സലോണ ജൂലിയൻ ആൽവാരസിനെ കൊണ്ടുവരാൻ ശ്രമിക്കത്തുള്ളൂ. കാരണം ഇനി പുതിയതായിട്ട് വരാൻ പോകുന്ന ഒരു പ്രസിഡന്റ് അതിൽ ജുവാൻ ലാപ്പോർട്ട അല്ല വേറൊരാളാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു ഒപ്പീനിയൻ അനുസരിച്ചായിരിക്കും ടീമുകൾ സൈൻ ചെയ്യാറ്. പിന്നെ ബാഴ്സലോണയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ എന്താണെന്ന് ഞാൻ പറയേണ്ടതില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് 2030 ജൂൺ വരെ കോൺട്രാക്ട് ഉള്ള താരമാണ് ജൂലിയൻ ആൽവാരസ്. അതുകൊണ്ട് തന്നെ ഇനി 4 വർഷം കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് തന്നെ വലിയൊരു തുക ഏത് താരത്തെ ടീമിൽ എത്തിക്കണമെങ്കിലും കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ സീസണിൽ വളരെ മികച്ച ഫോമിലായിരുന്നു ജൂലിയൻ ആൽവാരസ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ കളിച്ചിരുന്നത്. എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. 23 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളും 3 അസിസ്റ്റും. അവസാനം കളിച്ച 13 മത്സരങ്ങളിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി താരത്തിന് ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ജൂലിയൻ ആൽവാരസിനെ ടീമിൽ എത്തിക്കണമെങ്കിൽ കുറഞ്ഞത് 100 മില്യൺ യൂറോസ് എങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ച് അത്രയും വലിയൊരു തുക കിട്ടിയാൽ മാത്രമേ അവർ ജൂലിയൻ ആൽവാരസിനെ കൊടുക്കത്തുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ബാഴ്സലോണയ്ക്ക് എന്തായാലും 100 മില്യൺ കൊടുക്കാൻ കഴിയത്തില്ല. പിന്നെ ഉള്ളത് ചെൽസിയും ആഴ്സണലുമാണ്. ആഴ്സണലിനെയും ചെൽസിനെയും സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 2 പേർക്കും 100 മില്യൺ തുക കൊടുത്ത് ഒരു സെന്റർ ഫോർവേഡിനെ കൊണ്ടുവരാൻ കഴിയും. എന്നാൽ ആഴ്സണൽ കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ വിക്ടർ ഗോക്രെസിനെ വലിയൊരു തുകയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സെന്റർ ഫോർവേഡിന് വേണ്ടി ആഴ്സണൽ എത്രത്തോളം ശ്രമിക്കും എന്നത് കണ്ടറിയണം. എന്നാൽ ചെൽസിയെ സംബന്ധിച്ച് കാര്യങ്ങൾ അങ്ങനെയല്ല. ചെൽസിക്ക് ഇനിയും സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവരുടെ കയ്യിൽ നല്ല രീതിയിൽ പൈസ ഉള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെൽസി വീണ്ടും ശ്രമിക്കാനുള്ള സാധ്യതകളുണ്ട്. ചെൽസിയുടെ കഴിഞ്ഞ മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഈ ഒരു സ്റ്റാർ സ്ട്രൈക്കറിന്റെ ഏജന്റ് പങ്കെടുത്തിരുന്നു. അദ്ദേഹം ചെൽസി മാനേജ്മെന്റുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ വാർത്തകളുണ്ട്. ചെൽസി 100 മില്യണിന് മുകളിൽ ഒരു തുക നൽകാൻ തയ്യാറുമാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്.
ഇനി എൻ്റെ ഒരു ഒപ്പീനിയൻ ആണ്, അതായത് ജൂലിയൻ ആൽവാരസ് ഏത് ടീമിൽ പോകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ ഫ്യൂച്ചറിന് നല്ലത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം, നിലവിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സെന്റർ ഫോർവേഡിന് ആവശ്യമുള്ള ടീം എന്ന് പറയുന്നത് ബാഴ്സലോണയാണ്. കാരണം അവർക്ക് 2 സെന്റർ ഫോർവേഡേ ഉള്ളൂ. അതിൽ മാത്രമല്ല, ഒരാൾ 37 വയസ്സുകാരനാണ്, അദ്ദേഹം ടീം വിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു സെക്കൻഡ് ചോയ്സ് സെന്റർ ഫോർവേഡായിട്ട് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്, ഫെറാൻ ടോറസ്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയിലേക്ക് താരം പോയി കഴിഞ്ഞാൽ കൂടുതൽ മാച്ച് ടൈം താരത്തിന് ലഭിക്കും, ട്രോഫീസ് കൂടുതൽ നേടാൻ ബാഴ്സലോണയിൽ താരത്തിന് കഴിയും. കാരണം ഇപ്പോൾ ഹാൻസി ഫ്ലിക്കിന്റെ കീഴിൽ വളരെ മികച്ച പെർഫോമൻസ് ആണ് ബാഴ്സലോണ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടീമിലേക്ക് താരത്തിന് പോകാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ മികച്ച ഒരു കരിയർ താരത്തിന് പടുത്തുയർത്താൻ കഴിയും. എന്നെ സംബന്ധിച്ച് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്ത് ബാഴ്സലോണ തന്നെയാണ്. 2-ാം സ്ഥാനത്താണ് ഞാൻ ചെൽസി വയ്ക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസിക്ക് ജാവോ പെഡ്രോ എന്ന് പറഞ്ഞൊരു നല്ല സ്ട്രൈക്കർ ഉണ്ടെങ്കിൽ പോലും ജൂലിയൻ ആൽവാരസ് എത്തിക്കഴിഞ്ഞാൽ ജൂലിയൻ ആൽവാരസിന്റെ ക്വാളിറ്റി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ജാവോ പെഡ്രോ എന്ന് പറയുമ്പോൾ അദ്ദേഹം കുറച്ചുകൂടി വെർസാലിറ്റി ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ്, അറ്റാക്കിംഗ് മിഡ് ആയിട്ടൊക്കെ താരത്തിന് കളിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ജൂലിയൻ ആൽവാരസിനെ നല്ല രീതിയിൽ ചെൽസിക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ആഴ്സണലിന്റെ അവസ്ഥ ഇതൊന്നും അല്ല. ആഴ്സണലിനെ സംബന്ധിച്ച് ജൂലിയൻ ആൽവാരസിനെ കൊണ്ടുവരികയാണെങ്കിൽ അവിടെ വിക്ടർ ഗോക്രെസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റാർ സ്ട്രൈക്കർ ഉണ്ട്. അതുമാത്രമല്ല ഗബ്രിയൽ ജീസസ് വളരെ മികച്ചൊരു പ്ലെയർ ആണ്. ഖായ് ഹെവേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു താരമുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ജൂലിയൻ ആൽവാരസിനെ കൊണ്ടുവരണമെങ്കിൽ ഇവരിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞു വിടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ ഏതെങ്കിലും ഒരു ടീം സ്വന്തമാക്കാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടി വരികയാണ്. താരത്തെ സംബന്ധിച്ച് അത്ലറ്റിക്കോ മാഡ്രിഡ് താരം തൃപ്തനല്ല, അവർ ട്രോഫീസ് ഒന്നും നേടുന്നില്ല എന്നതാണ് പ്രധാന കൺസേൺ. എന്തായാലും വേൾഡ് കപ്പിന് ശേഷമായിരിക്കും താരം ഇത് തീരുമാനിക്കാൻ പോകുന്നത്. അതുവരെ താരത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരത്തില്ല. നിലവിൽ താരം അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടി മാക്സിമം എഫേർട്ട് ഇട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് താരം പറഞ്ഞിട്ടുള്ളത്. താരത്തിന്റെ ട്രാൻസ്ഫർ കാര്യങ്ങളെ കുറിച്ച് കേട്ട സമയത്ത് ഞാൻ ഈ ഒരു സീസണിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അർജന്റീനയ്ക്കൊപ്പമുള്ള വേൾഡ് കപ്പ്, അത്ലറ്റിക്കോ മാഡ്രിഡിന് വേണ്ടിയുള്ള ഇനിയുള്ള മത്സരങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. ജൂലിയൻ ആൽവാരസ് ഏത് ടീമിൽ പോകുന്നതായിരിക്കും അദ്ദേഹത്തിന്റെ കരിയറിന് നല്ലത്, നിങ്ങളുടെ ഒപ്പീനിയൻ, അതിനെക്കുറിച്ചുള്ള ഒപ്പീനിയൻ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.